നമസ്കാരം. ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2008 നെൽവയൽ തണ്ണീർത്തട നിയമത്തെക്കുറിച്ചും അവ നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ വൻ വീഴ്ചയെക്കുറിച്ചുമാണ് ഈ വീഡിയോ. ഇതുമൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരാനും അവയെക്കുറിച്ചൊരു പൊതുജനാഭിപ്രായം രൂപീകരിക്കാനുമാണ് ഗോപാലകൃഷ്ണപിള്ള എന്ന ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന എല്ലാ ആളുകളും ഈ വീഡിയോ കേൾക്കണമെന്നും അതേ സമാനമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്നും ഞാൻ താല്പര്യപ്പെടുന്നു. നിയമ നടത്തിപ്പിലെ വീഴ്ച മൂലം കേരള നെൽവയൽ തണ്ണീർത്തട നിയമം ഇന്ന് കേൾക്കുന്നത് തന്നെ കേരളത്തിലെ ജനങ്ങളും മുൻ നെൽകൃഷിക്കാരും ഞെട്ടലോടെയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം 1996 മുതൽ കേരളത്തിൽ മഴയെ ആശ്രയിച്ച് നെൽകൃഷി ചെയ്തു വന്നിരുന്നത് അസാധ്യമായി മാറി. പിന്നീട് നെൽകൃഷി നടന്നു വരുന്നത് കേരളത്തിലെ നെല്ലറകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന കുട്ടനാടും പാലക്കാടുമാണ്. ഇവിടെയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ആ ദുരിതങ്ങളും അതേപോലെ തന്നെ നെൽകൃഷിയിലുണ്ടായ ഭീമമായ കൂലി വർധനവും നെൽകൃഷിക്കാരെ പുറമോട്ട് പിടിച്ചു വലിക്കുകയും അവിടെയും നെൽകൃഷി നാമമാത്രമായി ചുരുങ്ങുകയും ചെയ്തു. നിയമത്തെക്കുറിച്ച് തന്നെ ആളുകൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. നഷ്ടത്തിലും ആദായകരമല്ലാത്തതുമായ ഒരു സംരംഭവും നിയമം മൂലം തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നതാണ് വസ്തുത. ഇതിലെല്ലാമുപരി ഈ നെൽവയൽ കൃഷി നഷ്ടമായതിനാൽ മറ്റ് വാണിജ്യ കൃഷികൾ നടത്താനും അതനുസരിച്ച് ഭൂമിയെ പരിവർത്തനപ്പെടുത്താനുമുള്ള ജനങ്ങളുടെ മൗലികമായ അവകാശത്തെയാണ് ഈ നിയമം നിഷേധിക്കുന്നത്. നിയമത്തെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവുമില്ല. കാരണം നിയമം കേരളത്തിൽ നെൽവയൽ കൃഷി സാധ്യമാക്കാനും കേരളീയരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു നിയമമാണ്. പക്ഷേ എന്താണ് എനിക്കുള്ള എതിർപ്പെന്ന് ചോദിച്ചാൽ അത് കാര്യമായ ഒരു എതിർപ്പ് തന്നെയാണ്. ആ എതിർപ്പ് നിങ്ങൾക്ക് പറയുമ്പോൾ കുറേ കൂടെ വ്യക്തത ഉണ്ടാകുകയും അത് നിങ്ങൾ സമ്മതിച്ചു തരികയും ചെയ്യും. അതിന് കാരണം എൻ്റെ എതിർപ്പിന് പ്രത്യേകിച്ചുള്ള കാരണം നിയമത്തെക്കുറിച്ചല്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നല്ലോ. പിന്നീട് എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ നിയമ നടത്തിപ്പിലെ വീഴ്ചയെക്കുറിച്ചാണ്. ഏറ്റവും വിചിത്രമായ വസ്തുത, നിയമത്തിൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വകുപ്പുകൾ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തു. നിയമത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പുകൾ പലതും ഒഴിവാക്കി. 1998 നിയമത്തിന് കാതലായ പരിഷ്കാരം തന്നെ വരുത്തി. ഈ നിയമത്തിൽ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ധാരാളമായി ഇറങ്ങി. ഇങ്ങനെ നിയമത്തിലുണ്ടായ പല വ്യത്യാസങ്ങളും ആകപ്പാടെ നിയമത്തെ കൂട്ടിക്കൊഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡെപ്യൂട്ടി കളക്ടർമാർ, വില്ലേജ് ഓഫീസർമാർ, കൃഷി ഓഫീസർമാർ എന്നിവരെയാണ് ഈ നിയമം നടപ്പിലാക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമത്തിലെ എല്ലാ വകുപ്പുകളും വ്യക്തതയുള്ളതാണ്. നെൽവയൽ എന്താണെന്ന് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. അതേപോലെ തണ്ണീർത്തടം എന്താണെന്ന് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും നെൽവയലെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതും. അതാണ് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ നടപടിക്രമങ്ങളും. അതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഈ നിയമത്തിൽ ഇത്രയധികം വ്യക്തത നിർവചിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒന്നുമല്ല ഡെപ്യൂട്ടി കളക്ടർമാരുടെ മനസ്സിലുള്ളത്. നിയമത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനമായ വ്യവസ്ഥ എന്നത് ഓരോ വില്ലേജിലും നമ്മൾ നെൽവയൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചൊരു ഡേറ്റാ ബാങ്ക് തയ്യാറാക്കണമെന്നാണ്. ഈ ഡേറ്റാ ബാങ്കിൽ നിർവചനത്തിൽ പറയുന്ന തരത്തിലുള്ള നെൽകൃഷി മാത്രമേ നടക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ ഡേറ്റാ ബാങ്കിൽ നെൽവയലായി ഉൾപ്പെടുത്താൻ പാടുള്ളൂ. എന്നാൽ മറിച്ച് വില്ലേജ് കൃഷി ഓഫീസർമാരുടെ മനോധർമ്മം അനുസരിച്ച് മിക്കവാറും ഉള്ള വസ്തുക്കൾ BTR നോക്കി ഉൾപ്പെടുത്തി ഡേറ്റാ ബാങ്ക് തയ്യാറാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയും നിയമം ജനങ്ങൾക്കും മുൻ നെൽകൃഷിക്കാർക്കും അനുകൂലമാണ്. കാരണം ഇങ്ങനെയുണ്ടായ തെറ്റുകൾ
തിരുത്തപ്പെടുവാൻ ഫോം 5 അപേക്ഷ സമർപ്പിക്കാൻ വ്യവസ്ഥയുണ്ട്. ഈ ഫോം 5 അപേക്ഷയിൽ തീർപ്പാക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർമാരാണ്. ഇവർക്ക് സഹായമായി റിപ്പോർട്ട് സ്വീകരിക്കുന്നത് കൃഷി ഓഫീസർമാരിൽ നിന്നാണ്. എന്നാൽ ഈ കൃഷി ഓഫീസർമാർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിയമത്തിലെ നിർവചനത്തിന് അനുകൂലമായി വസ്തുക്കളെ താരതമ്യം ചെയ്തല്ല റിപ്പോർട്ട് കൊടുക്കുന്നത്. വെള്ളക്കെട്ട്, അടുത്ത പുരയിടത്തേക്കാൾ അരയടി താഴ്ചയുള്ള ഭൂമി, ഇവയൊക്കെ നെൽവയലായി അങ്ങ് സങ്കല്പിച്ച് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയതിനെ നീക്കം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അപേക്ഷകന് വിരുദ്ധമായ റിപ്പോർട്ട് നൽകുകയും ഡെപ്യൂട്ടി കളക്ടർമാർ കണ്ണടച്ച് ഈ റിപ്പോർട്ട് അംഗീകരിച്ച് ഈ അപേക്ഷ നിരസിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ 2008 നിയമനിർമ്മാണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് കൃഷിയോഗ്യമല്ലാത്ത ഭൂമി അവ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ അവയെ സംബന്ധിച്ചും പുരയിടമാക്കുവാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇതും തീരുമാനിക്കപ്പെടുന്നത് ഡെപ്യൂട്ടി കളക്ടർമാർ തന്നെയാണ്. പക്ഷേ അവർക്കിവിടെ റിപ്പോർട്ട് സ്വീകരിക്കുന്നത് വില്ലേജ് ഓഫീസർമാരിൽ നിന്നാണ്. വില്ലേജ് ഓഫീസർമാരും നേരത്തെ കൃഷി ഓഫീസർമാർ ചെയ്തതുപോലെ തന്നെ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് നിന്നും തീർത്തും വിഭിന്നമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ള അരയടി താഴ്ചയുള്ള ഭൂമി, വെള്ളക്കെട്ട്, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നെൽവയലാണെന്ന് തന്നെ വ്യാഖ്യാനിച്ച് അപേക്ഷകനെതിരായ റിപ്പോർട്ട് ഡെപ്യൂട്ടി കളക്ടർ കൊടുക്കുകയും ഈ അപേക്ഷ നിരസിപ്പിക്കപ്പെടുകയും ചെയ്തിട്ട് ജനങ്ങളെയും മുൻ നെൽകൃഷിക്കാരെയും തീരാ ദുഃഖത്തിലാക്കുന്നു. ഇനിയും ഏതെങ്കിലും തരത്തിൽ നിയമത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരും വസ്തുതകൾ മനസ്സിലാക്കിയതുമായ വില്ലേജ് ഓഫീസറോ കൃഷി ഓഫീസറോ ഫോം 6, ഫോം 5 ഈ അപേക്ഷയിന്മേൽ അനുകൂലമായ റിപ്പോർട്ട് കൊടുത്താലും അപേക്ഷകൻ രക്ഷപ്പെടുന്ന സ്ഥിതിയല്ല ഉള്ളത്. ആ സമയത്ത് ഡെപ്യൂട്ടി കളക്ടർ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമത്തെക്കുറിച്ച് നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടേതായ വികാരങ്ങളും മനോവികാരങ്ങളും അനുസരിച്ച് നെൽവയൽ എന്താണെന്ന് സങ്കല്പിച്ച് ഈ അപേക്ഷകൾ നിരസിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഡെപ്യൂട്ടി കളക്ടർമാർ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആയതുകൊണ്ട് ഇവരുടെ തീരുമാനത്തിനെതിരെ അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതായത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറോ അതുപോലെ മന്ത്രിയോ അങ്ങനെയുള്ള ഗവൺമെൻറ് സെക്രട്ടറിമാരോ ഇവരിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരായാലും ഈ നിയമകാര്യത്തിൽ അവരെ സമീപിക്കാൻ നമുക്ക് കഴിയുകയില്ല. അതാകയാൽ നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ മാത്രമേ ഇവരുടെ തീരുമാനത്തിനെതിരെ നമുക്ക് റിട്ട് ഹർജികൾ ഫയൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ ധാരാളം റിട്ട് ഹർജികളാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് 2021 വാസു കല്യാണി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ നിരീക്ഷണം ബഹുമാനപ്പെട്ട കോടതി നൽകിയത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയും പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ നിയമത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ട ഡെപ്യൂട്ടി കളക്ടർമാർക്ക് യാതൊരു അറിവുമില്ലെന്നും അവർ നിയമം പഠിച്ചോ നിയമം മനസ്സിലാക്കിയോ അല്ല ഫോം 5, ഫോം 6 അപേക്ഷകളിന്മേൽ തീരുമാനം എടുക്കുന്നതെന്നും ബഹുമാനപ്പെട്ട കോടതി ഈ കേസിൽ നിരീക്ഷിക്കുകയുണ്ടായി. അതിന് പോംവഴിയും ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തി. ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചത് ഇവർക്ക് വേണ്ട വിധത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണമെന്നാണ്. അങ്ങനെ ട്രെയിനിങ് കൊടുക്കണമെന്നുള്ള ഉത്തരവ് ഈ കേസിൽ ഇറങ്ങിയെങ്കിലും 2021 ഞാൻ സൂചിപ്പിച്ചല്ലോ, 2025 വരെ ഇതിന്മേൽ യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 2025 ജൂണിൽ വീണ്ടും മറ്റൊരു കേസ് പരിഗണിച്ചപ്പോൾ കോടതി ഇതിനെക്കുറിച്ച് വീണ്ടും പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. ഇങ്ങനെയുള്ള ട്രെയിനിങ് നടന്നിട്ടില്ലെന്നും ആകയാൽ വീണ്ടും കോടതിയുടെ ജോലിഭാരം വർദ്ധിച്ചു വരുന്നതാണെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ഇതറിഞ്ഞ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ഇത്തരത്തിൽ രണ്ട് ട്രെയിനിങ്ങുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം, ആ വാക്കിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹം ഇത് സംബന്ധിച്ച് ഡെപ്യൂട്ടി കളക്ടർമാരെ വിളിച്ചുകൂട്ടി യോഗം നടത്തുകയും അദ്ദേഹം സാധാരണ ചെയ്യുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വകുപ്പിലുണ്ടാകുന്ന
ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളെ വിശദീകരിക്കുകയും അതിന് പോംവഴി ഉണ്ടാകണമെന്ന് പറഞ്ഞ് കാണാം. പക്ഷേ ഇതല്ല ബഹുമാനപ്പെട്ട കോടതി ഉദ്ദേശിച്ച ട്രെയിനിങ്. ബഹുമാനപ്പെട്ട കോടതി തന്നെ 3-4 കേസുകളിൽ എടുത്ത തീരുമാനവും അതിന്മേൽ വിധി പറഞ്ഞതും അതിന്മേൽ നിയമത്തിലെ വ്യവസ്ഥയെക്കുറിച്ച് വ്യാഖ്യാനം നടത്തിയതും അവസാനം എടുത്ത തീരുമാനങ്ങളും മനസ്സിലാക്കി നിയമത്തെക്കുറിച്ച് അറിവുള്ള നിയമജ്ഞരെ കൊണ്ട് ഇവർക്ക് ട്രെയിനിങ് നടത്തണമെന്നാണ് ഉദ്ദേശിച്ചത്. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പഠനമാണ്, അല്ലാതെ ഒരു യോഗത്തിൽ പറയുന്ന കാര്യങ്ങളല്ല. വിഷയ പഠനം തന്നെയാണത്. അപ്രകാരം ഒരു ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്ന് വിവരാവകാശ പ്രകാരം റവന്യൂ വകുപ്പിൽ നിന്നും മറുപടി ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ഇങ്ങനെ കോടതിയുടെ ജോലിഭാരം കൂടിയതിനാൽ 4500-ലധികം റിട്ട് പെറ്റീഷനുകളാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. വീണ്ടും വീണ്ടും ദിവസങ്ങൾ തോറും ഹർജികളുടെ എണ്ണം കൂടി വരുന്നു. ഇനിയും മറ്റ് ഏറ്റവും വലിയൊരു സവിശേഷത, ബഹുമാനപ്പെട്ട കോടതി നിയമമനുസരിച്ച് തങ്ങളുടെ മുമ്പിലെത്തുന്ന ഹർജിയിന്മേൽ നിയമപരമായി തീരുമാനമുണ്ടാക്കിയാലും ഈ ഡെപ്യൂട്ടി കളക്ടർമാരാണ് അവസാന ഉത്തരവുകൾ ഇറക്കേണ്ടത്. ഇവർ ഈ കോടതിയുടെ തീരുമാനത്തെ പോലും അനുസരിക്കുന്നില്ല എന്ന വിചിത്രമായ വസ്തുതയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ ഉത്തരവുകൾ നടപ്പിലാക്കുമ്പോൾ കോടതി ഉത്തരവിൽ ഇല്ലാത്ത കാര്യവും വീണ്ടും എന്തെങ്കിലും വ്യവസ്ഥകൾ തങ്ങൾക്ക് തോന്നുന്നത് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അപേക്ഷ വീണ്ടും നിരസിക്കുന്നു. അല്ലെങ്കിൽ പാസ്സാക്കിയാൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും നിയമവിരുദ്ധമായ ഒരു കണ്ടീഷനോടെ ചേർക്കും. പിന്നെ ഹർജിക്കാരന് മറ്റ് പോംവഴി എന്താണുള്ളത്? വീണ്ടും കോർട്ടിൽ ഷെറിയായി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയാണുള്ളത്. ഈ സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇതിനെതിരെ വലിയ ഒരു മൂവ്മെൻറ്റ് തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന ഈ നിയമം ജനങ്ങൾ ഏറ്റവും അധികം വെറുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. മറ്റൊരു പ്രധാന വസ്തുത, നെൽവയലിൻ്റെ പ്രൊമോഷനെക്കുറിച്ച് നിയമത്തിൽ വ്യക്തമായ വ്യവസ്ഥയുണ്ടെന്നുള്ളതാണ്. ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വസ്തുതയാണിത്. നെൽകൃഷിക്ക് അനുയോജ്യമായ വസ്തുക്കൾ അവ പരിവർത്തനപ്പെടുത്തിയെടുത്ത് നെൽകൃഷി തുടങ്ങണമെന്നും അതിന് കൃഷി ഓഫീസർമാർ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ്. ഇപ്രകാരം ജനങ്ങളെ ഉപദ്രവിക്കുന്ന വിധത്തിൽ നെൽകൃഷിക്ക് അനുയോജ്യമില്ലാത്ത സ്ഥലങ്ങൾ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും അവയുടെ വീണ്ടും ഫോം 5 അപേക്ഷയിന്മേൽ തങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന ഈ കൃഷി ഓഫീസർമാർ തങ്ങൾ ചെയ്യേണ്ട ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പൂർണ്ണമായും മറന്ന് ഈ നെൽകൃഷി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. ഇങ്ങനെ നെൽകൃഷി ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ കേരളത്തിൽ 5% താഴെയാണെന്ന് ഇതിനെക്കുറിച്ചൊരു ഡേറ്റ എടുത്താൽ മനസ്സിലാകും. ആകയാൽ ബഹുമാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ജനങ്ങൾക്കുണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനുള്ള മാർഗങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. അതിനുവേണ്ടി ചെയ്യാവുന്ന ഏക മാർഗം, ഒന്ന് കോടതി പറഞ്ഞ ട്രെയിനിങ്, മറ്റൊന്ന് ഇത്രയധികം ജോലിഭാരവും തങ്ങളുടെ പ്രവൃത്തി വളരെയധികം തങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് വളരെയധികം മതിപ്പുളവാക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ അവർ അതിനെ വലിയ ആധികാരികമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ നിന്നും നീക്കം ചെയ്ത് ഇതിനു വേണ്ടി നിയമപരിജ്ഞാനമുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കണമെന്നും ആ ഡിപ്പാർട്ട്മെൻറ്റിനെ തീരുമാനത്തിനെ ബഹുമാനപ്പെട്ട കോടതിയെ വീണ്ടും വീണ്ടും ഭരണഘടനാ സ്ഥാപനമായ ഹൈക്കോടതിയെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കാതെ ഇത് റിവ്യൂ ചെയ്യാൻ ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണൽ ഉണ്ടാക്കണമെന്നും ഉള്ള ആവശ്യമാണ് ഇന്ന് ജനങ്ങളുടെ ഇടയിൽ പൊന്തി വന്നിട്ടുള്ളത്. ഇപ്രകാരമുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുന്നു. നമസ്കാരം.